മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2026 ഏപ്രിൽ 6 തിങ്കൾ. സ്വാർത്ഥമോഹം ഊർജ്ജമാക്കിയ അല്പബുദ്ധിയായ ട്രംപിനെപ്പോലുള്ള ഒരു ഭരണാധിപൻ തോൽവിയുടെ ലാഞ്ചനയ്ക്ക് മുമ്പിൽ എന്തു ചെയ്യുമെന്ന് പ്രവചനാതീതവും ആശങ്കാജനകവുമാണെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ലോകത്തിനാവശ്യം ഇസ്രായേൽ US വിരുദ്ധ കൂട്ടായ്മ. ഒരു മാസം പിന്നിട്ട US-ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ കെടുതികൾ വിരാമമില്ലാതെ തുടരുകയാണ്. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കിയും ആ രാജ്യത്തിൻ്റെ സൈനിക ശേഷി പെട്ടെന്ന് ഇല്ലാതാക്കിയും തങ്ങളുടെ ആധിപത്യ മോഹങ്ങൾ പ്രാവർത്തികമാക്കാമെന്ന് ആദ്യം കരുതിയ US-ഇസ്രായേൽ പക്ഷം ഇപ്പോൾ യുദ്ധത്തിനെങ്ങനെയും അറുതിയുണ്ടാക്കാനുള്ള ശ്രമത്തിലാണത്രേ. ഇറാൻ്റെ നേതാക്കളിൽ പലരെയും വധിച്ചിട്ടും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ ആശുപത്രികളും സ്കൂളുകളും വരെ ആക്രമിച്ചിട്ടും ഇറാൻ്റെ പോർവീര്യം ക്ഷയിക്കുകയല്ല, വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. അന്നാട്ടിനെ നശിപ്പിച്ച് ശിലായുഗത്തിലേക്ക് അയക്കുമെന്ന് US പ്രസിഡന്റ് ട്രംപ് ഭീഷണി മുഴക്കിയതിന് തൊട്ടു പിന്നാലെ അമേരിക്കയുടെ 2 പോർ വിമാനങ്ങൾ ഇറാൻ വീഴ്ത്തി. മറ്റു ചില വിമാനങ്ങൾ ലക്ഷ്യം കാണും മുമ്പ് മടങ്ങിപ്പോകേണ്ടിയും വന്നു. ഇസ്രായേലി സേന തകർച്ചയുടെ വക്കിലാണെന്ന സൈനിക മേധാവി എയാൽ സമീറിൻ്റെ പരസ്യമായ മുന്നറിയിപ്പ് അവർക്കിടയിലെ പരിഭ്രാന്തി എത്ര ഗൗരവമുള്ളതാണെന്ന് കാണിക്കുന്നു. US-ൽ എന്ന പോലെ ഇസ്രായേലിലും സേനാംഗങ്ങളുടെ മരണവും പരിക്കും ഗണ്യമാണെന്ന സൂചനകളും പുറത്തു വന്നിരിക്കുന്നു. രണ്ടിടത്തും പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യാൻ പ്രയാസം നേരിടുന്നുണ്ടത്രേ. ഇതിന് പുറമെയാണ് സേനാ തലപ്പത്തെ അസ്വസ്ഥതകൾ. ഇപ്പോൾ നടക്കുന്നത് ഇസ്രായേലിനു വേണ്ടി അമേരിക്ക നടത്തുന്ന അനാവശ്യ യുദ്ധമാണെന്ന US മുൻ ഭീകരവിരുദ്ധ വിഭാഗം മേധാവി ജോ കെന്നിൻ്റെ തുറന്നു പറച്ചിലും ഇറാനിൽ കരയുദ്ധത്തിന് US സൈനിക നേതൃത്വത്തിലുള്ളവർ വിസമ്മതിച്ചതായ റിപ്പോർട്ടുകളും ഇസ്രായേൽ US പക്ഷത്തിൻ്റെ അവസ്ഥ വെളിവാക്കുന്നു. നാളുകൾ ചെല്ലുന്തോറും അവർ പരിക്ഷീണിതരും പരിഭ്രാന്തരുമാകുമ്പോൾ തന്നെ ഇറാൻ ശക്തി പ്രകടിപ്പിച്ചു തുടങ്ങുന്നതായുള്ള സൂചനകളും കാണുന്നു. പക്ഷേ സ്വാർത്ഥമോഹം ഊർജ്ജമാക്കിയ അല്പബുദ്ധിയായ ട്രംപിനെപ്പോലുള്ള ഒരു ഭരണാധിപൻ തോൽവിയുടെ ലാഞ്ചനയ്ക്ക് മുമ്പിൽ എന്തു ചെയ്യുമെന്നത് പ്രവചനാതീതവും ആശങ്കാജനകവുമാണ്. തടയാൻ ആരുമില്ലെന്ന ധാർഷ്ട്യം മൂലം അന്ധനായ വിവരദോഷിയുടെ വിജയത്തെ എന്ന പോലെ തോൽവിയെയും ഭയക്കണം. ഇറാൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ തരിപ്പണമാക്കുമെന്ന താക്കീത് ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ പകരം ഗൾഫിലെ മറ്റ് രാജ്യങ്ങളിലടക്കം അത്തരം ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകുന്നു. അതിനിടയ്ക്ക് ഇറാനിലെ ബൂഷഹർ ആണവ നിലയത്തിന് നേരെ തുടർച്ചയായി മിസൈൽ വരുന്നത് ചൂണ്ടിക്കാട്ടിയ ഇറാൻ ആണവ വികരണം തെഹ്റാനേക്കാൾ ഗൾഫ് നാടുകളിലാണ് പ്രശ്നമുണ്ടാക്കുകയെന്നും ഓർമ്മപ്പെടുത്തുന്നു. യുദ്ധത്തിന് മുമ്പ് തുറന്നു കിടന്നിരുന്ന ഹോർമൂസ് വീണ്ടും തുറന്നു കിട്ടലായിരുന്നു ട്രംപിൻ്റെ യുദ്ധലക്ഷ്യം. നിത്യസംഘർഷ ബിന്ദുവായി ഹോർമൂസ് മാറുന്നതോടെ ആഗോളതലത്തിലുണ്ടാകാനിടയുള്ള പ്രശ്നങ്ങൾ നിരവധിയാണ്. യുദ്ധം നിർത്താൻ ഇറാൻ ഉയർത്തുന്ന ആവശ്യങ്ങൾ അമിതമോ അന്യായമോ അല്ല. തങ്ങൾക്കെതിരായ ഉപരോധം നീക്കുക, സമാധാന ആവശ്യങ്ങൾക്ക് ആണവോർജ്ജം ഉപയോഗപ്പെടുത്താൻ അനുവദിക്കുക, യുദ്ധനഷ്ടങ്ങൾക്ക് പരിഹാരം നൽകുക എന്നിവയ്ക്ക് പുറമെ തങ്ങൾക്ക് ഭീഷണിയായി പശ്ചിമേഷ്യയിലുള്ള US സൈനിക സാന്നിധ്യം പിൻവലിക്കുക, ഇനിയൊരാക്രമണം ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകുക തുടങ്ങിയവയും അതിലുൾപ്പെടുന്നു. യുദ്ധം മാന്യമായി അവസാനിപ്പിച്ച് ലോകത്തെ കൂടുതൽ വലിയ ദുരന്തങ്ങളിൽ നിന്ന് മുക്തമാക്കാനുള്ള മാർഗം ആ ന്യായമായ ഉപാധികൾ അംഗീകരിക്കലാണ്. പക്ഷേ അത് അംഗീകരിപ്പിക്കാൻ ആർക്ക് കഴിയുമെന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. UN എന്നൊരു കാലഹരണപ്പെട്ട വേദിയായിരിക്കുന്നു. ഐക്യരാഷ്ട്ര പൊതുസഭയും രക്ഷാസമിതിയും മനുഷ്യാവകാശ കൗൺസിലുമെല്ലാം ഇസ്രായേലിൻ്റെയും അതിനെ പിന്തുണക്കുന്ന US-ൻ്റെയും അന്യായങ്ങൾ പലതവണ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു ഫലവും ഉണ്ടായില്ല. ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ഡസൻ കണക്കിന് രക്ഷാസമിതി പ്രമേയങ്ങൾ ഇസ്രായേൽ ലംഘിച്ചു പോരുന്നുണ്ട് ഇപ്പോഴും. ആ സ്ഥിതിക്ക് പൊയ്വാക്കുകൾ ആവർത്തിക്കുന്നതിനപ്പുറം UN വേദികൾക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ തുച്ഛമാണ്. അതേസമയം ഐക്യരാഷ്ട്രസഭക്കകത്തും പുറത്തും ഇസ്രായേൽ US പക്ഷം ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഗൾഫ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയോടുള്ള അമിത വിധേയത്വം അവസാനിപ്പിക്കാനുള്ള അവസരമായി ഇത് ഉപയോഗിക്കുമെങ്കിൽ അതൊരു നല്ല സംഭവ വികാസമാകും. ഗൾഫ് രാജ്യങ്ങളെ പ്രത്യാക്രമണങ്ങൾ ലക്ഷ്യമാക്കുന്ന ഇറാനും ഇതൊരവസരമാക്കാവുന്നതാണ്. ഹോർമൂസ് പ്രതിസന്ധിയുടെ മറവിൽ യുദ്ധം രൂക്ഷമാക്കി തങ്ങളുടെ പാവങ്ങൾക്ക് തുടർന്നും കവചം തീർക്കാനുള്ള ട്രംപ് നെതന്യാഹു കൂട്ടുകെട്ടിനെതിരെ മറ്റു രാജ്യങ്ങൾ ഒന്നിക്കേണ്ടത് ലോകത്തിൻ്റെ മാത്രമല്ല ആ രാജ്യങ്ങളുടെ തന്നെയും താൽപ്പര്യമാണ്. മാധ്യമം പോഡ്കാസ്റ്റ്.